അതിക്രമം നിമിത്തം മുറിവേറ്റവനേ, എന്ന കൃത്യം നിമിത്തം തകർന്നോനേ, എനിക്കായി രക്ഷ നൽകിയോനേ, എന്നെ വീണ്ടെടുത്തവനേ, നിനക്കായി ഞാൻ എന്നെന്നും ജീവിക്കും. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം ഒരു സെൻറ്റൻസ് ഉണ്ട്: മകനെ, നീ അവരുടെ വഴിക്ക് പോകരുത് എന്നുള്ള ഒരു വചനമാണ്. ആരുടെ വഴിക്കാണ് നിങ്ങൾ പോകുവാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്? മേളിലുള്ള വചനങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ ദുഷ്ടതയും തിന്മയും അനീതിയും അകൃത്യവും കൊണ്ട് സാധുക്കളെ വിഴുങ്ങിക്കളയുവാനും സ്വന്തം നേട്ടത്തിനു വേണ്ടി നിർദോഷികളായ ആളുകളെ പീഡിപ്പിക്കുവാനുമൊക്കെ മുതിരുന്ന ആ നിലകളിൽ മുൻപോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ കടന്നു പോകുന്ന വഴികളിലൂടെ നിങ്ങൾ പോകുവാനായിട്ട് പാടില്ല. അത് നിങ്ങൾക്ക് നാശകാരണമായിത്തീരും എന്ന് ഓർപ്പിക്കുക തന്നെയാണ്. 1-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നുണ്ട്: ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നിങ്ങൾ നടക്കാതെയും പാപികളുടെ വഴിയിൽ നിങ്ങൾ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നിങ്ങൾ ഇരിക്കാതെയും നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. കാരണം ദുഷ്ടന്മാരുടെ ആലോചന കേൾക്കുവാനായിട്ട് പോയാൽ അത് നിങ്ങളെ ദുഷ്ടന്മാരാക്കി തീർക്കും. പാപികളുടെ വഴിയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ പാപം ചെയ്യുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കപ്പെടും. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ചില നിരപരാധികൾ പരിഹാസ വിഷയമായിത്തീരുന്നതിന് അത് കാരണമായിത്തീരും എന്നൊക്കെയുള്ളത് കൊണ്ട് നിങ്ങൾ എവിടെ നിൽക്കരുത്, എവിടെ നടക്കരുത്, എവിടെ ഇരിക്കരുത് എന്ന് സൂചിപ്പിക്കുകയാണ്. നിങ്ങളുടെ നന്മ പ്രതീക്ഷിച്ചാണ് ദൈവം അത് നമ്മോട് പറയുന്നത്. രാജാക്കന്മാർക്ക് എഴുതിയ 1-ാം പുസ്തകം 13-ാം അധ്യായം വായിക്കുമ്പോൾ 11 മുതലുള്ള വാക്യങ്ങൾക്കകത്ത് ഒരു പ്രവാചകനായ മനുഷ്യനോട് നീ ഒരാലോചന പറയുവാൻ വേണ്ടി ഒരിടം വരെ പോകണമെന്നും നീ പോയി ആലോചന പറഞ്ഞിട്ട് നീ അവിടെ നിന്ന് അവർ തരുന്ന അപ്പമോ അവർ തരുന്ന വെള്ളമോ ഒന്നും കൈപ്പറ്റാതെ നീ മറ്റൊരു വഴിയായി മടങ്ങിപ്പോരണമെന്നും പ്രവാചക ശിഷ്യനോട്, ചെറിയ പ്രവാചകനോട് കൃത്യമായ തലത്തിൽ ദൈവം സംസാരിക്കുകയാണ്. ആ ദൈവശബ്ദം കേട്ട് കടന്നുപോയതായ മനുഷ്യൻ പറയുവാനുള്ളതായ ദൂതുകളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങിപ്പോരുന്നതായ സന്ദർഭത്തിൽ വൃദ്ധനായ ഒരു പ്രവാചകൻ തനിക്കെതിർപ്പെട്ട് വന്നിട്ട് തന്നോട് പറയുന്നുണ്ട്: നീ എൻ്റെ വീട്ടിലേക്ക് വരണം, നീ അപ്പം കഴിച്ച്, നീ വെള്ളം കുടിച്ച്, നീ വിശ്രമിച്ച് മടങ്ങിപ്പോകണമെന്ന് പറയുമ്പോൾ ചെയ്യരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും താൻ പറഞ്ഞ വാക്ക് കേട്ടിട്ട് തൻ്റെ പിന്നാലെ കടന്നു പോകുവാനും അവിടെ ചെന്ന് ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനുമൊക്കെ കാരണമായി തീരുകയും ചെയ്തു. തൽഫലമായിട്ട് ആ മനുഷ്യൻ മടങ്ങി വരുന്ന വഴിയിൽ താൻ കൊല്ലപ്പെട്ടു എന്നാണ് 13-ാം അധ്യായത്തിനകത്ത് നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നത്. എന്താണ് അവിടെ സംഭവിക്കപ്പെട്ടത്? അരുത് എന്ന് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ചിലത് ചെയ്യുവാൻ മുതിർന്നപ്പോൾ അത് നാശത്തിന് കാരണമായി തീർന്നു എന്നുള്ളതാണ് നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയുന്ന വസ്തുതയെന്ന് പറയുന്നത്. ഇവിടെയും അതാണ് പറയുന്നത്: മകനെ, നീ തിന്മ പ്രവർത്തിക്കുന്നവരുടെ വഴിയിലൂടെ, ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെ വഴിയിലൂടെ, സാധുക്കളെ ചൂഷണം ചെയ്യുന്നവരുടെ വഴിയിലൂടെ, പാവങ്ങളെ ഉപദ്രവിക്കുന്നവരുടെ വഴിയിലൂടെ
നീ കടന്നു പോകരുത്, നീ നീതിക്ക് വേണ്ടി നിൽക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. നമുക്ക് തിന്മ പ്രവർത്തിക്കുന്നവൻ്റെ വഴി തിരഞ്ഞെടുക്കുകയല്ല, നീതിയുടെ വഴി തിരഞ്ഞെടുത്ത് നമുക്ക് മുൻപോട്ട് പോകാം. അതിന് സർവശക്തിയുള്ള ദൈവം എൻ്റെ കേൾവിക്കാർക്ക് കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ പോകേണ്ടുന്ന വഴികളിലൂടെ മാത്രം പോകുവാൻ, ഞങ്ങൾ നിൽക്കേണ്ട ഇടത്തു മാത്രം നിൽക്കുവാൻ, ഞങ്ങൾ ഇരിക്കേണ്ട ഇടത്തു മാത്രം ഇരിക്കുവാൻ, ആ തലത്തിൽ ദൈവാനുഗ്രഹമുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.